ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നുള്ളത് രാഷ്ട്രീയ അടിമകളോടല്ല കേട്ടോ. അതായത് രാഷ്ട്രീയം തലക്ക് പിടിച്ച ആൾക്കാരോടല്ല, നിഷ്പക്ഷമായി ചിന്തിക്കാൻ പറ്റുന്നവരോടാണ് ഈ ഒരു കാര്യം പറയുന്നുള്ളത്. ഇപ്പൊ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. സാധാരണ ഇങ്ങനെ ഇലക്ഷനൊക്കെ വരുന്ന സമയത്താണ് ഇവിടുന്ന് ചാടി അങ്ങോട്ട് ചാടി അങ്ങനെ ഇങ്ങോട്ട് ചാടി അങ്ങനെ മത്സരിക്കുന്നത്. ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയില്, രാഷ്ട്രീയം ഏതുമാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ, അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം MLA ഒക്കെ ആയി ഒരു പ്രാവശ്യം സീറ്റ് കിട്ടാതിരിക്കുമ്പോഴാണ് നേരെ മറുകണ്ഠം ചാടുന്നത്. അങ്ങനെ ഈ ചാടി മത്സരിക്കുന്ന ആൾക്കാർക്ക്, പാർട്ടി മാറി വന്ന് മത്സരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും വോട്ട് കൊടുക്കരുത്. എന്ത് വിശ്വാസമാണ് നാളെ ഈ ഒരു പാർട്ടിയിലും അവർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറുകണ്ഠം ചാടൂല, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിയിലേക്ക് പോകൂല എന്നുള്ള എന്ത് വിശ്വാസമാണുള്ളത്? ഒരിക്കലും അങ്ങനെ വോട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ചാടി വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും സീറ്റും കൊടുക്കരുത്. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്കും പിന്നെ അതിന്റെ ഉന്നമനത്തിലൊക്കെ പൊതുപ്രവർത്തനമൊക്കെ നടത്തിയ ഒരുപാട് ആൾക്കാർ, അതായത് നടന്ന് ചീരിട്ട് തഴഞ്ഞ ഒരുപാട് ആൾക്കാർ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണം വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരിക്കലും മത്സരിക്കാത്ത ആൾക്കാർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിയൊക്കെ മാറുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ വന്ന ആ സ്പോട്ടിൽ തന്നെ സീറ്റ് കൊടുക്കരുത്. 1-2 വർഷം ആ പാർട്ടിയിലേക്ക് പ്രവർത്തിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് പഠിച്ച് അതിന്റെ ശേഷം വേണം സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചാടി വന്ന ആൾക്കാർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ചാടി മത്സരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും വോട്ട് കൊടുക്കരുത്. ഇതെന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായി അറിയിക്കട്ടാ.